തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. 10 ലക്ഷം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ അനുവദിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തിരുവനന്തപുരം നഗരസഭ ജോയിയുടെ മാതാവിനോടൊപ്പം നിന്നുകൊണ്ട് ജോയ് എന്ന് പറയുന്ന ഒരു ശുചീകരണ തൊഴിലാളി നമ്മുടെ സമൂഹത്തിൽ ഇനി ഒരിക്കലും അദ്ദേഹത്തെ പോലെ ഒരു അനുഭവം ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മാതാവിനോടൊപ്പം സംസ്ഥാന സർക്കാർ നിന്നതുപോലെ തിരുവനന്തപുരം നഗരസഭ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ജോയ് ഒഴുക്കിൽപ്പെട്ടത്. 2 ദിവസത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ജൂലൈ 13 രാവിലെ 10 മണിയോടുകൂടിയാണ് മാരായമുട്ടം സ്വദേശിയായ ജോയും മറ്റ് 3 തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്തെ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ പെട്ടെന്ന് ഒഴുക്കിൽ കാണാതെയാവുകയായിരുന്നു. കനത്ത മഴയാണ് കാരണമായത്. 48 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ തകരപ്പറമ്പ് വഞ്ചി റോഡിലെ കനാലിൽ നിന്നാണ് ജോയുടെ മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ ടണൽ കടന്ന് 1 കിലോമീറ്ററോളം ഒഴുകിയെത്തി മാലിന്യ കൂമ്പാരത്തിൽ തട്ടിത്തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം, ജീർണിച്ച അവസ്ഥയിലും. ഫയർഫോഴ്സ് NDRF സംഘങ്ങൾ കൈമേയ് മറന്ന് ജീവൻ പോലും റിസ്കിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത്. ജീവനോടെ അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും NDRFന്റെ പ്രവർത്തനങ്ങൾ സ്തുത്യർഹമായിരുന്നു. ഫയർഫോഴ്സ് NDRF സംഘത്തെ സർക്കാർ ആദരിക്കുകയും ചെയ്തു. അതിനുള്ള ഇപ്പോൾ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നടപടികൾ കൂടുതൽ ശക്തമായി, ഫലപ്രദമായി, കാര്യക്ഷമമായി, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആ മാറ്റം കേരളത്തിലാകെയും തിരുവനന്തപുരത്തും നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. ഇനി സമാനമായൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇറങ്ങേണ്ടി വരാത്ത തരത്തിലുള്ളൊരു മാറ്റമാണ് ഉണ്ടാവേണ്ടത്. ഈ സന്ദർഭത്തിൽ ഇതിന് നേതൃത്വം കൊടുത്തവരെന്ന നിലയിൽ നിങ്ങളോടും നൽകാനുള്ള ഉറപ്പ്, ആ മാറ്റം ഉണ്ടാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നതാണ്. ഈ ഫയർഫോഴ്സിന്റെ സേവനങ്ങൾ വിലമതിക്കാൻ കഴിയാത്തതാണ്.